والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമുക്കിന്ന് പുതിയൊരു വിഷയം തഫ്സീർ എന്ത് ചെയ്യാം തുടങ്ങാം. നമ്മുടെ ഭാഷ എല്ലാം കൂടി പഠിക്കുന്നതിനിടയിലെ കൂടെ ഭാഷ പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോപ്പർ ഒന്ന് കുറച്ചാണ് കൂടി വരികയും ഒന്നുകൂടി സർഫൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. പിന്നെ ഒരുപാട് സർഫിലെ ആദ്യത്തെ ക്ലാസ്സുകൾ എന്തുണ്ട്, നമ്മളെ റെക്കോർഡ് അവൈലബിൾ ആണ് ഗ്രൂപ്പിൽ LMS-ല്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും സർഫിനെ പറ്റിയൊക്കെ. ഓക്കെ, സോ നമുക്കിന്ന് തഫ്സീറുൽ ജലാലൈനി തുടങ്ങിയേക്കാം. പാരമ്പര്യമായിട്ട് നമ്മുടെ ദർസുകളിലൊക്കെ ഓതുന്ന തഫ്സീറിന്റെ വിഷയത്തിൽ ഓതുന്ന കംപ്ലീറ്റ് ആയിട്ട് ഓതുന്ന ഒരു കിതാബാണ് തഫ്സീറുൽ ജലാലൈനി. അതിനുശേഷം ഇത് തുടക്കക്കാർ ഓതുന്ന ഒരു തഫ്സീറാണ്. പിന്നെ തുടക്കക്കാര് മാത്രമല്ല, അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ തഫ്സീർ കൂടിയാണ് ഈ തഫ്സീറുൽ ജലാലൈനി. അതിന്റെ പ്രത്യേകത ഒരു ആയത്തുണ്ടാവുമ്പോൾ അതിന്റെ വളരെ ഷോർട്ടായിട്ടുള്ള അർത്ഥം, വിവർത്തനല്ല, അത് മാറ്റണ്ടല്ലോ. ഖുർആൻ അങ്ങനെ വിവർത്തനം ചെയ്യാനുള്ളൊരു പറ്റുന്നൊരു സംഭവമല്ല. അപ്പോ തഫ്സീർ വ്യാഖ്യാനങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു തഫ്സീറാണ് ഇത് തഫ്സീറുൽ ജലാലൈനി. ഇത് വളരെ ഷോർട്ടാണ്, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇത് തഫ്സീർ റാസി ഒക്കെ നോക്കുമ്പോൾ വളരെ വിശാലമായ തഫ്സീറുകളാണ്. അപ്പോ എന്താണ്, ഉദാഹരണത്തിന് ഒരു വിഷയം ഒരായത്ത് സംസാരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരായത്താകുമ്പോൾ ആദ്യം നമുക്ക് 20 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഖുർത്തുബിയിൽ കാണാം, അതിൽ 20 മസലകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ മസല ഇങ്ങനെ പറയും. അപ്പൊ ശരിക്കും അതിന്റെ അർത്ഥം എന്തില്ല, ചിലപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ 20 കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ അതിൽ പറയും. ഇനിയിപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറയും, അതുമായിട്ട് ബന്ധപ്പെട്ട വന്ന ഒരുപാട് ചില ഡിസ്കഷൻസ് ഉണ്ടാവും. ബിസ്മി സൂറത്തിൽ പെട്ടതാണോ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വേണ്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയും പിന്നെ അതിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈൻ. അതുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് നമ്മൾ ദർസിലൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. കംപ്ലീറ്റ് എന്തായാലും സിലബസിൽ ഉണ്ടാവും, മാക്സിമം എല്ലാവരും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അങ്ങനത്തെ കിതാബാണ് തഫ്സീറുൽ ജലാലൈനി. പിന്നെ അതിന് ശേഷം വലിയ വേറെ ബൈദാവി പോലത്തെ കൂടുതൽ ഖുർആന്റെ ഭാഷാപരമായ സൗന്ദര്യത്തിലേക്കും അതൊക്കെ മനസ്സിലാക്കി തരുന്ന തഫ്സീറുകളിലേക്ക് എന്ത് ചെയ്യും പോവും. അങ്ങനെയാണ് പാരമ്പര്യമായിട്ടുള്ള ശൈലി. നിങ്ങള് ജലാലൈനി ഓതിയിട്ടുണ്ടായിരുന്നോ? പണ്ട് ദർസ് പോയിണ്ടായില്ലേ കുറച്ചു കാലം? കഴിഞ്ഞ ടീമിലോ? ശരി. അവിടെ തഫ്സീർ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സുഹൃത്തുക്കളൊക്കെ നമ്മൾ നിസ്കാരത്തിൽ പതിവായിട്ട് ഓതുന്ന സുഹൃത്തുക്കളൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള രീതിയാണ്. ഈ ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഓതുക പറഞ്ഞാൽ വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. തദബ്ബുറോട് കൂടെ ഓതുക എന്ന് പറഞ്ഞാല് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിൽ ഓതുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യണം, ഫാത്തിഹ എന്തായാലും നമ്മൾ ഓതേണ്ടതാണല്ലോ. അപ്പൊ അർത്ഥം ചിന്തിച്ചൊക്കെ ഓതുമ്പോൾ അതുകൂടി നമുക്ക് ഇഖ്ലാസ് കിട്ടാനും പിന്നെ കുറച്ചുകൂടി എന്താ പറയാ ആസ്വദിക്കാനൊക്കെ പറ്റും അർത്ഥം മനസ്സിലാവുമ്പോൾ. ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ആസ്വാദനം ഉണ്ടാവും. അപ്പൊ പാട്ടിന്റെ അർത്ഥം കൂടി ആ ഒരു രീതിയിലുള്ള ആസ്വാദനം കൂടി കിട്ടുമ്പോൾ അങ്ങനെ കൂടി നമുക്ക് അതിന്റെ എന്ത് ചെയ്യും, അതുമായിട്ടുള്ള കണക്ഷൻ കൂടും.
ഖുർആൻ പാട്ടല്ല, പക്ഷെ ഇതിന് സ്വതന്ത്രമായിട്ടുള്ളൊരു തജ്വീദുണ്ട്, പാരായണ ശൈലിയുണ്ട്. അപ്പൊ ഖുർആൻ കേൾക്കുന്നത് തന്നെ സൗന്ദര്യമുള്ള ഒരു കാര്യമാണ്. നമ്മള് വാഹനത്തിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇപ്പൊ ഖുർആനിലൊക്കെ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്. നമുക്ക് അതിന്റെ കൂടെ നമുക്ക് അർത്ഥം കൂടി മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാല് നല്ല രസമായിരിക്കും. അപ്പൊ പിന്നെ ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പെട്ടതാണ് എന്ത് ഖുർആൻ, തഫ്സീർ, ഫിഖ് എന്നതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ, തഫ്സീർ, തഫ്സീർ, ഹദീസ്, ഫിഖ്, പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള തസവുഫ്, ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിൽ പെടുന്ന വിഷയങ്ങളാണ്. അതല്ലാതെ കുറെ ഇപ്പൊ നമ്മൾ നഹ്വ്, സർഫ്, മന്തിക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, ലോജിക് തുടങ്ങിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇത് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ അറബിയല്ല, ഈവൻ അറബി ആണെങ്കിൽ പോലും അറബി നാട്ടിലിപ്പോ സംസാരിക്കുന്ന എന്തോ ഭാഷയാണ്. അപ്പൊ അവർക്ക് അറബി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഖുർആനൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അറബി ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോ പ്രധാനപ്പെട്ട ബാക്കിയുള്ളതൊക്കെ പഠിച്ച് നമ്മൾ എത്തിച്ചേരുന്നത് ഇതിലേക്കാണ്. ഇതിന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ചിലപ്പോ ഈ ഒരു ആയത്ത് തന്നെ, ഈ ഖുർആന്റെ വിശദീകരണമായിട്ട് ബന്ധപ്പെട്ട രസമുള്ളൊരു കാര്യം, ഒരു ഖുർആനാകെ നമുക്കറിയാലോ എത്ര 114 സൂറത്താണ്, 6000 സംതിങ് ആയത്തുകളാണ്. പിന്നെ ഇത് വിശദീകരിച്ചുകൊണ്ട് 24 വോള്യൂംസ് ഒക്കെ ഉള്ള വലിയ കിതാബുകൾ എഴുതിയ റാസി മഹനെ പോലത്തെ പണ്ഡിതന്മാരുണ്ട്. ഓക്കെ, വളരെ 3 വാള്യമുള്ള തഫ്സീറാണ്. അല്ല, വളരെ ഷോർട്ടാണ്. തഫ്സീറുൽ ജലാലൈനി വളരെ ഷോർട്ടാണ്. പിന്നെ ഇത് ഷറഹൊക്കെ കൂടി വരുമ്പോൾ ചിലപ്പോൾ 3 ജുസ് ഉണ്ടാവും. അങ്ങനെ പല പല വലുപ്പത്തിൽ ഇത് എഴുതിയവരുണ്ട്. അപ്പൊ പല രീതിയിൽ വ്യാഖ്യാനങ്ങളാണ്. ഇപ്പൊ ഈവൻ ഈ റിപ്പീറ്റേഷനിൽ നല്ല കാര്യമുള്ളത്, നമ്മളിപ്പോ എന്നും ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിലും ചിലപ്പോ നമുക്ക് ഒരിക്കലും കിട്ടാത്ത അർത്ഥമായിരിക്കും പിന്നൊരു സമയത്ത് കിട്ടുക. അല്ലെ, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ സർവ്വസ്തുതിയും അള്ളാഹുവിനാകുന്നു. നമ്മളിപ്പോ പറയുമ്പോ എന്താണ്, അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ശ്വസിക്കുന്നുണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, ജോലിയുണ്ട്, പൈസയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയും. ഇൻ കേസ് ഒരു ഒരു ഉദാഹരണം സങ്കല്പിക്കാം. നമുക്ക് ഭയങ്കര ഒരു ആക്സിഡന്റ്, പടച്ചോൻ കാക്കട്ടെ, ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നുപോയി, അല്ലെങ്കിൽ വലിയൊരു അസുഖത്തിലൂടെ ഒക്കെ കടന്നുപോയി, അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു. അപ്പൊ ആ കേസിലുണ്ടാവണ നമ്മൾ അൽഹംദുലില്ലക്ക് വേറൊരു മീനിങ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ഒരായത്ത് വിശദീകരിക്കുമ്പോൾ അതിന്റെ വളരെ വിശദമായിട്ട് എഴുതിയ പണ്ഡിതന്മാരുണ്ട്. പിന്നെ വളരെ ഷോർട്ടായിട്ട് അതിന്റെ വാക്കുകൾ മാത്രം മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഇപ്പോ അധികം ആഴത്തിലേക്ക് പോകാണ്ട് പ്രാഥമികമായിട്ടുള്ള അർത്ഥം ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് നമ്മളെ രീതിയിലൊക്കെ ആലോചിച്ച് നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനും അതിന്റെ അർത്ഥങ്ങൾ കണ്ടെത്താനും ഒക്കെ പറ്റും. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാ ആകുമ്പോൾ സർവ്വസ്തുതി. ഇപ്പോ ഓരോരുത്തർ സ്തുതിക്കുമ്പോൾ നമുക്കുള്ള അനുഗ്രഹങ്ങൾ വേറെ ആയിരിക്കും, വേറൊരിടത്തുള്ള അനുഗ്രഹങ്ങൾ വേറെ ആയിരിക്കും. ഓക്കെ. കോമൺ ആയിട്ട് പല കാര്യങ്ങളും പരിഭാഷ പരിഭാഷ അല്ല, നമ്മള് തഫ്സീറുകളാണ് എഴുതുന്നത്. പരിഭാഷ എന്ന് പറഞ്ഞാൽ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഓക്കെ. പദാനുപദ വിവർത്തനാണ് പരിഭാഷ എന്ന് പറയാം. അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ അറബിയിൽ പറയുന്ന എല്ലാ മീനിങ്ങും അത് ആ വാക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ കിട്ടണമെന്നില്ല, മലയാളത്തിൽ മനസ്സിലാവണമെന്നില്ല. ഓക്കെ. അപ്പൊ മലയാളത്തിലെ ആ അറബിയിലുള്ള ഖുർആന്റെ ആശയങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വിവർത്തനത്തില് നേരെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ചാറ്റ് ജിപിടി ഒക്കെ ചെയ്യുന്നത് പോലെ അതിന് ആ ലാംഗ്വേജ് തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഖുർആൻ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരുപാട് വേറെയുള്ള വിജ്ഞാനങ്ങൾ പഠിക്കണം എന്നാ. ഇപ്പൊ പ്രധാന ഇൽമു നഹ്വ്, സർഫ്, ഗ്രാമർ പോലത്തെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഈ അലങ്കാര ശാസ്ത്രം ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഉപമകള്, അതിനെ പറ്റിയൊക്കെയുള്ള ഭാഷയുടെ അതിന് മാനി എന്നാ പറയാ, ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി എന്നൊക്കെ പറയും. നമ്മള് ദർസിൽ പഠിക്കുമ്പോൾ മുഖ്തസർ എന്ന പോലത്തെ കിതാബുകളും അതിനുശേഷം മുത്തവലൊക്കെ ഓതും.
ഓക്കെ. ഒരു വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് വരിക, അതിന്റെ പര്യായ പദങ്ങളെ പറ്റിയും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇതൊക്കെ പഠിച്ചാലാണ് എന്ത് ചെയ്യുക, ഖുർആന്റെ അർത്ഥം മനസ്സിലാവുക. അപ്പൊ ഈവൻ ഒരു അറബി പഠിക്കുന്ന ആള് അതാണ് അങ്ങനെ പദാനുപത വിവർത്തനം ചെയ്ത് ഒരുപാട് അബദ്ധങ്ങൾ വഹാബിയൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഒരു എങ്ങനെ, അതെ അതെ, ഒരു മെയിൻ വിഷയം അതാണ്. നമ്മള് വേദങ്ങളിലേക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഖുർആനും സുന്നത്തും നമ്മൾ നേരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിനുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പഴയ പണ്ഡിതന്മാരെയൊക്കെ തള്ളി പറഞ്ഞൊരു സിസ്റ്റം ആയിരുന്നു ഈ വഹാബിയൊക്കെ ഉണ്ടായിരുന്നത്. ഈ ലിറ്ററലിസം എന്നൊക്കെയാണ് പറയാ. മീൻസ് വേർഡ് മാത്രം നോക്കിയിട്ട്, അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും പരിഗണിക്കാതെ അത് മാത്രം നോക്കിയാൽ മതി. ഖുർആൻ എന്താണ് പറഞ്ഞത്, ഖുർആനിൽ പോയി യുദ്ധം ചെയ്യാനുള്ള കൽപ്പന ഉണ്ടോ? ആ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ നേരെ പോയി യുദ്ധം ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ വ്യാഖ്യാനങ്ങളും ഇത് നമ്മളെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊന്നും ഇത് കാണാത്തവരല്ലല്ലോ. ഖുർആനുള്ള എല്ലാ ഇപ്പൊ ഇമാമിങ്ങളൊക്കെ മുജ്തഹിദായ നമ്മളെ അയിമത്തുൽ അർബ ഇവരൊക്കെ ഇത് കണ്ടും വ്യാഖ്യാനിച്ചും മനസ്സിലാക്കിയും അങ്ങനെയാണ് അവരെ ഫിഖഹിന്റെ എന്താ പറയാ മദ്ഹബുകളും സ്കൂൾസ് ഒക്കെ വന്നിട്ടുള്ളത്, കിതാബുകൾ എഴുതിയിട്ടുള്ളതും. നമ്മളെ മുൻഗാമികളൊക്കെ ജീവിച്ചു അങ്ങനെ തന്നെയാണ്. ഇവർക്കൊന്നും മനസ്സിലായത് ശരിയല്ല. നമ്മള് ഖുറാനിൽ യുദ്ധം ചെയ്യാൻ കൽപ്പന ഉണ്ടെങ്കിൽ നേരിട്ട് പോയി യുദ്ധം ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെ തള്ളി പറഞ്ഞ് ഈ മദ്ഹബുകളൊന്നും വേണ്ട, ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രശ്നം, മുസ്ലിങ്ങളെ എന്താ പറയാ ഇപ്പം ബാക്ക്വേർഡ് ആകാൻ കാരണം ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വഹാബികൾ വരുന്നത്. അവരുടെ സംബന്ധിച്ചാൽ നേരിട്ട് വായിക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ പ്രധാനമായിട്ടും ഈ എല്ലാ ശാസ്ത്രങ്ങളും ഇത് അർത്ഥം മനസ്സിലാക്കാനുള്ള എല്ലാ ശാസ്ത്രങ്ങളും അതടങ്ങിയ സബബുൻ നുസൂലും അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും പരിഗണിക്കാതെ അർത്ഥം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര പ്രശ്നത്തിൽ ചെന്ന് ചാടും. ഉം. അങ്ങനെ അങ്ങനെ ഒരാൾക്ക് മനസ്സിലായതാവില്ല വേറൊരാൾക്ക് മനസ്സിലാവണത്. അപ്പൊ അങ്ങനെ അടിയാവും. അങ്ങനെയാണ് ഈ 8-10 ഗ്രൂപ്പ് ഒക്കെ ആവുന്നത്. അപ്പൊ ആശയങ്ങള് തഫ്സീറുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അതിന് പുതിയൊരു അർത്ഥങ്ങളും കാണാൻ പറ്റില്ല എന്നൊന്നുമല്ല. ചിലപ്പോ ഈ പല തഫ്സീറുകൾ ഇറങ്ങിയതും അത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വോള്യങ്ങൾ ഉള്ളതൊക്കെ ഇറങ്ങിയതും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നമ്മുടെ എന്താ പറയാ ഇപ്പോഴത്തെ സാഹചര്യത്തിനൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇപ്പൊ കൊറോണ വന്നപ്പോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ യുദ്ധങ്ങൾ വരുമ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇസ്രായേലിന്റെ ഈ ഇതിനെ പറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ അതും മറ്റും ബന്ധപ്പെട്ട് ഖുർആനിലെ പല ആയത്തുകള് ഇസ്രായേൽ ജൂതന്മാരെ പറ്റിയുള്ള പല ആയത്തുകൾ കൂട്ടിയിണക്കി കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്തുകയും അതിന്റെ ആശയങ്ങളൊക്കെ വിശദീകരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മളെ കഴിവനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും പറ്റും. തോന്നണ മാതിരിയല്ല, പറഞ്ഞ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. എന്നാലും നമുക്കൊരു പുതിയ പോയിന്റ് തോന്നി, ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ ഖുർആൻ ഓതുമ്പോൾ മറ്റൊരു ആയത്തുമായിട്ട് അതിന് ബന്ധം കിട്ടി. നമുക്ക് തന്നെ അറിയണ രണ്ട് ആയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത് ദുനിയ, മക്കളും സമ്പത്തും ഒക്കെ എന്താണ് ദുനിയാവിന്റെ സീനത്താണ്, അലങ്കാരമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്തന എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അപ്പോ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളൊക്കെ എന്താണെന്നും ഫിത്തനയാണ്, പ്രശ്നമാണ് എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. അപ്പൊ ഇത് നമ്മള് ഇൻ കേസ് രണ്ട് സാഹചര്യത്തിൽ നോക്കി വെക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിപ്പോ അവിടെ പറഞ്ഞതല്ലല്ലോ ഇവിടെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് മീൻസ് അവിടെ ഫിത്തനയാണെന്ന് പറഞ്ഞത് ആഖിറത്തിനെ തൊട്ടൊക്കെ നമ്മളെ എത്തിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യാം ഒരു ഫിത്തനയാവാം. ഉം. പിന്നെ പിന്നെ ദുനിയാവിന്റെ അലങ്കാരമാണ്, ദുനിയാവിലുള്ള എന്താ പറയാ അലങ്കാരം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതല്ലല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതില് ഓവറായി പോകരുത്, അത് മാത്രമായി പോകരുത് ജീവിതം. അലങ്കാരങ്ങൾ വേണം, അത് നെസസിറ്റീസ് മീൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ആദ്യം വീടുണ്ടാക്കിയിട്ടാണല്ലോ വീടിന് മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ. അപ്പോ ദുന്യാവിന്റെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖലീഫയാണ്, അപ്പോ ഇബാദത്തും ഒരുപാടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ശേഷമാണ് അതിന്റെ അലങ്കാരത്തെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പോ ആ ഒരു സെൻസിലാണ് ഉൾക്കൊണ്ടത്. അപ്പൊ ഈ രണ്ട് ആയത്തുകളോട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ബോധ്യപ്പെടുമോ.
ശരിയാണല്ലോ. ഇനി ചിലപ്പോൾ നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെ എന്ത് ചെയ്യും, പല പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ടാവും. സ്വതന്ത്രമായിട്ട് അങ്ങനെ എന്ത് തോന്നിയത് മനസ്സിലാക്കണമെന്നല്ല കേട്ടോ. ഖുർആൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്, തഫ്സീറിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം. അതെ, ഉസ്താദിന്റെ നല്ല അടിപൊളി ക്ലാസ്സാണ്. ഉസ്താദ് ഇപ്പൊ അടുത്ത് ഖത്തറിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉസ്താദ് ഈ വിഷയം പറഞ്ഞിരുന്നു. പാരന്റിങ്ങിനെ പറ്റിയായിരുന്നു വിഷയം. അപ്പൊ അത് അൽ മാലു അൽ ബനൂന, അങ്ങനെ 2-3 ആയത്തുകളുണ്ട് മക്കളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉസ്താദ് വിഷയം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖുർആന്റെ ഖുർആൻ വിഷയത്തിലാ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേറെ അറിയില്ല. ഷാഫി ഉസ്താദിന് അങ്ങനെ കിതാബുണ്ട്. ഉസ്താദ് ഖുർആൻ പണ്ഡിതനാണെന്നാണ് അറിയപ്പെടുന്നത്. ഒരു നല്ല റെഫറൻസ് ആണ്. പിന്നെ കോടമ്പ് ഉസ്താദിന്റെ തഫ്സീർ ഉണ്ട്, അത് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ PDF ഉണ്ട്. അത് അറബിയിലാണ് കിതാബ് ഉള്ളത്. അത് നമ്മള് ഈ ദർസിലൊക്കെ ഓതുമ്പോ മനസ്സിലാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാല് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു 10-12 വോളിയം ഉണ്ട് അത്. പഴയ എല്ലാ തഫ്സീറുകളും കൂട്ടി വളരെ റിസ്ക് എടുത്ത് കുറേ വർഷങ്ങൾ എടുത്ത് എഴുതിയ കിതാബാ. 12 ഇപ്പൊ അടുത്ത് അത് എഴുതി കഴിഞ്ഞതിന്റെ ഇനാഗുറേഷനും അതിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. കൊടംബ് ഉസ്താദ് ഖുർആൻ വിഷയത്തിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എഴുതുകയും ചെയ്ത ആളാണ്. അതിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ നമ്മളെ ഉസ്താദുമാരൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫീൽഡാണ്. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാ ചെക്ക് ചെയ്തിട്ട് പറയാം. വേറെ ആരുണ്ടോ? ആരും മനസ്സിലേക്ക് വരുന്നില്ല. ഓക്കെ. പിന്നെ ഈ പുതിയ മീൻസ് വിഷയങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സജീർ ബുഖാരിന്റെ ഒക്കെ ക്ലാസ് ഉണ്ടാവും. സജീർ ബുഖാരി ഉസ്താദിന്റെ ഒക്കെ ഖുർആനും പുതിയ വിഷയങ്ങളൊക്കെ അതായത് പുതിയ വിഷയങ്ങളായിട്ട് കണക്ട് ചെയ്തൊക്കെ പറയും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ അതിനെപ്പറ്റി കണക്ട് ചെയ്തിട്ടൊക്കെ ആയത്തുകളും ഒക്കെ വിശദീകരിച്ച് 2-3 വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ തഫ്സീറുൽ ജലാലൈനെ പറ്റി നമുക്ക് പറയാം. ജലാലൈനി എന്ന് പറഞ്ഞാൽ ജലാലൈനി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. രണ്ട് ജലാല് എന്ന മഹത്വം, രണ്ട് മഹത്വമുള്ള ആൾക്കാരുടെ തഫ്സീർ എന്നാണ് ഇത് വരിക. തഫ്സീറുൽ ജലാൽ, അൽ ജലാലൈനി. അപ്പോ നീ എന്താണ് ഇത്നൈനി എന്നൊക്കെ പറയില്ലേ, ഈ രണ്ടെണ്ണം ഉണ്ടാവുമ്പോഴാണ് ഇത്നൈനി. ജലാൽ എന്ന് പറഞ്ഞാൽ ഒരു ജലാൽ, ജലാലൈനി പറഞ്ഞാൽ രണ്ട് ജലാൽ, അങ്ങനെയാണ് അറബിയിൽ പറയാം. അപ്പൊ നമ്മള് തഫ്സീറുൽ ജലാലൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരുടെ തഫ്സീറിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പേര് തന്നെ ആ ഒരു സൂചന ഉണ്ട്. അപ്പൊ ആ രണ്ട് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ജലാലുദ്ദീനുൽ മഹല്ലിയും ജലാലുദ്ദീൻ സുയൂത്തിയും. ഓക്കെ. ഇവര് രണ്ടാളാണ് തഫ്സീർ എഴുതിയിട്ടുള്ളത്. തഫ്സീറുൽ ജലാലൈനി രചിച്ചിട്ടുള്ളത് ഷെയ്ഖുൽ അല്ലാവ മുഹമ്മദ് ഷെയ്ഖുൽ അല്ലാമ ജലാലുദ്ദീൻ മുഹമ്മദ് ബിൻ അഹമ്മദ് മഹല്ലി. അങ്ങനെ അവരാണ് തുടങ്ങിയത്. അവര് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം തൊട്ടുടനെ വന്ന പണ്ഡിതനാണ് ഷെയ്ഖുൽ അല്ലാമ ജലാലുദ്ദീൻ സുയൂത്തി, അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ സുയൂത്തി. അവരാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇവര് ഏകദേശം 1400-500 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ്. മഹല്ലി കുറച്ചുകൂടി മുമ്പാണ്. ഇതിപ്പോ ഹിജറ 790 ജനിച്ചു, 91 ജനിച്ചു, ഹിജറ 864 വഫാത്തായി. ഇനി സുയൂത്തി ഇമാം ആണെങ്കിൽ ആ സമയത്ത് തന്നെ, ഇവരുടെ സമയത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഹിജറ 849 ജനിച്ചു, ഹിജറ 911 വഫാത്തായി. ഓക്കെ. അപ്പോ മഹല്ലി ഇമാം മരിക്കുമ്പോ സുയൂത്തി ഇമാമിനെ
49, 59, 15 വയസ്സൊക്കെ ഉണ്ടാവും. ഇനി അപ്പൊ ഇത് തുടങ്ങിയത് തഫ്സീർ എഴുതി തുടങ്ങിയത് ആരാണ്? നമ്മൾ പറഞ്ഞു മഹല്ലി ഇമാമാണ്. മഹല്ലി ഇമാമാണ് ആദ്യം ജയിച്ച ആള്. മഹല്ലി ഇമാമാണ് ഇത് തുടങ്ങിയത്. മഹല്ലി ഇമാം തുടങ്ങിയത് തന്നെ സൂറത്തുൽ കഹ്ഫ് എന്നാണ്. കഹ്ഫ് സൂറത്ത് ഏകദേശം ഖുറാന്റെ പകുതി എന്നാണല്ലോ, ഒരു 300-ാമത്തെ പേജിലൊക്കെയാണല്ലോ കഹ്ഫ് ഉള്ളത്. അപ്പൊ പകുതി നിന്ന് അവിടെ തുടങ്ങിയിട്ട് നാസ് വരെ എഴുതി തീർക്കും. എന്നിട്ട് എന്തായി, പിന്നെ ഫാത്തിഹന്റെ തഫ്സീർ എഴുതി. പിന്നെ അങ്ങനെ അത് തീർന്ന പാടന്നെ മഹല്ലി ഇമാം വഫാത്തായി. പിന്നെ അതിനുശേഷം സുയൂത്തി ഇമാം വന്നപ്പോ ഇത് പൂർത്തീകരിച്ചു. എങ്ങനെ? അവര് ബക്കറ മുതൽ കഹ്ഫ് വരെയുള്ള ഭാഗം എഴുതി തീർത്തു. കഹ്ഫ് വരെയുള്ള സൂറത്തുൽ ഇസ്രാ വരെ എന്തായി എഴുതി തീർത്തു. അങ്ങനെയാണ് ഈ രചന കംപ്ലീറ്റ് ആകുന്നത്. തഫ്സീറുൽ ജലാലൈനി കംപ്ലീറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. രണ്ട് ജലാലൈനി പേര് വരാൻ നമ്മൾ കാരണം പറഞ്ഞു, രണ്ട് പണ്ഡിതന്മാരാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജലാലുദ്ദീനുൽ മഹല്ലിയും മറ്റൊന്ന് ജലാലുദ്ദീൻ സുയൂത്തിയും. ഓക്കെ, ഇതൊക്കെ രണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ്. കണ്ടില്ലേ, AD വർഷം പറയുമ്പോൾ 1300, മഹല്ലി ഇമാം 1459 വഫാത്താവുന്നത്. പിന്നെ സുയൂത്തി ഇമാം വളരെ ഫേമസ് ആണ് കിതാബ് എഴുതുന്നതിന്റെ ഒക്കെ വിഷയത്തിൽ. ഒരു 40 വയസ്സായതിനു ശേഷം ഇപ്പൊ ഈജിപ്തിലായിരുന്നു. അവിടെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്ന് പിന്നെ ഇത് തന്നെയായിരുന്നു പണി എന്നാണ് പറഞ്ഞത്, കിതാബുകളെ. അവർക്ക് ഏകദേശം 600 കിതാബുകളുണ്ട്, വലുതും ചെറുതുമായിട്ട് 600 കിതാബ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്നൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ പറ്റി നോക്കിയാൽ അറിയാം, അത്രത്തോളം രചനകളൊന്നും അവർക്കില്ല. ഇത് വളരെ കനപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള 600 കിതാബുകൾ എന്തായി സുയൂത്തി ഇമാമിനുണ്ട്. അപ്പൊ അവര് 1505 അന്നത്തെ കേരളീയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ 1500-കളിലാണ് കേരളത്തിലെ ആദ്യമായിട്ട് തങ്ങന്മാര് കേരളത്തിൽ വരുന്നത്. വളപട്ടണത്ത് ബുഖാരി അതെ അതെ, അവര് വളപട്ടണത്ത് 1500 ആ ഒരു ടൈമിലാണ്. വർഷം മനസ്സിലാക്കുമ്പോൾ അങ്ങനെ നല്ല രസമാണ്. ഓരോ ആ സമയത്ത് ഉണ്ടായിരുന്ന ലോകത്തിലെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴേ. ഇപ്പോ നബിതങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തെ കൂടി പറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇസ്ലാമിന്റെ മഹത്വം എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും. അന്ന് റോമും പേർഷ്യയും അങ്ങനെയുള്ള മറ്റു ഭരണകൂടങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്രം പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും, വായിക്കാൻ പറ്റും. മൊത്തം ലോകത്ത് എങ്ങനെയാണ് ജനസംഖ്യ ഉള്ളത്, അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭരണകൂടങ്ങളാണ് എന്നൊക്കെ വെച്ചിട്ടുള്ള രസകരമായ ഒരു ചരിത്ര മനസ്സിലാക്കലുണ്ട്. ഓക്കെ, ഇപ്പോ അങ്ങനെയാണ്. ഇനി നമ്മള് ഫാത്തിഹ തുടങ്ങാം. ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ. ഇപ്പൊ ആയത്തുകള് ഇനി തഫ്സീർ ഓതുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് ഉലൂമുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിതാബ് ഓതി പഠിക്കണ്ടേ. ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചത്, പിന്നെ എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം പതുക്കെ അതിലുള്ള കുറച്ച് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? ആദ്യം എന്തായിരുന്നു, സ്വഹാബത്തിന്റെ കൽബിലായിരുന്നു ഖുർആൻ ഉണ്ടായിരുന്നത്. അവർ കാണാപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഹ്രസ്വമായ ചരിത്രം പറയുമ്പോൾ പിന്നീട് ഒരു യുദ്ധത്തിൽ യമാമ യുദ്ധത്തിൽ കുറെ
കുറെ ഖുർആൻ പഠിച്ച ആൾക്കാര് വഫാത്താവുകയും ഈ ഇത് ഈ മാമൂയി ആയിട്ട് നിന്നിരുന്ന ഈ ഖുർആൻ പഠിച്ച ഹാഫിദുമാര് മരിക്കലോട് കൂടെ ഇതിന് പിന്തുടർച്ച നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് എന്തായി ഖുർആനെ എഴുത്ത് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എന്തായി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയും അങ്ങനെ വളരെ ചർച്ചകൾക്കും ഒക്കെ ശേഷം ആണ് എന്ത് ചെയ്യുന്നത് ഖുർആന് റസ്മുൽ ഉസ്മാനി രീതിയിൽ എഴുതുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ ഇപ്പോഴും എന്താണ് ഖുർആൻ ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും ഖുർആൻ ഒന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ചരിത്രപരത മറ്റു ഗ്രന്ഥങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ബൈബിളൊക്കെ ആണെങ്കിൽ ഈവൻ വളരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ചരിത്രപരത. മീൻസ് പല വ്യാഖ്യാനങ്ങൾ സുവിശേഷങ്ങളുണ്ട്, ലൂക്കോസ്, മത്തായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലതുണ്ട്. അപ്പൊ ഇതിനൊന്നും യേശുവായിട്ട് അല്ലെങ്കിൽ ഈസാ നബി ആയിട്ടുള്ള ഡയറക്റ്റ് ഒരു കണക്ഷൻ ഒന്നുമില്ല. ഒരു ഈവൻ ഓരോതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കാണാത്ത കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പൊ അതിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഖുർആൻ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിൾ ആണെങ്കിൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആനാണ്. ഓക്കെ, അപ്പോ ഫാത്തിഹ സൂറത്ത് ആണ് തുടക്കത്തിലാണ് ഖുർആന്റെ ഉലൂമുൽ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ തഫ്സീർ നമ്മള് കാന ഖുലുഖുഹു അൽ ഖുർആന എന്നാണ് ആയിഷ ബീവി ആരെ പറ്റി പറഞ്ഞത്? നബിതങ്ങളെ പറ്റി പറഞ്ഞത്. നബിതങ്ങളെ സ്വഭാവം എന്ത് ചെയ്യുന്നു? ഖുർആനായിരുന്നു. അപ്പൊ ഖുർആന്റെ ഒരു തഫ്സീർ തന്നെയാണ് നബിതങ്ങൾ എന്ന് പറയാൻ പറ്റും. സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ ജീവിച്ചവരായിരുന്നു. ഓക്കെ, അപ്പൊ ഖുർആനിൽ എന്താണോ പറഞ്ഞത്, നബിതങ്ങളെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാല് ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചാണ് നബിതങ്ങളെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ അത് പതുക്കെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് എഴുത്ത് രൂപത്തിലേക്ക് ഖുർആൻ തഫ്സീറുകൾ വരുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പല രീതിയിലുള്ള തഫ്സീറുകളൊക്കെ ഉണ്ട്. ഖുർആൻ കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്, ഖുർആനിനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കുന്ന തഫ്സീറുകളുണ്ട്. പിന്നെ തഫ്സീറും ബിർ റഅയ് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായങ്ങള് സ്വന്തം അഭിപ്രായങ്ങള് എഴുതുന്ന തഫ്സീറുകളുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഉലൂമുൽ ഖുർആൻ എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ഒരു 2-3 ക്ലാസ്സുകൾ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അതിൽ വേറൊരു വിഷയം പറയാനുള്ളത്, ഖുർആനിലെ സൂറത്തുകൾ എന്തായിട്ട് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. മക്കിയ എന്ന് പറയും, മദനിയ എന്ന് പറയും. അതെന്താണ് വ്യത്യാസം എന്ന് അറിയില്ലേ? മക്കിയ മദനിയ എന്ന് വെച്ചാല് അതെ, മക്കയിലായിരിക്കും പറഞ്ഞാൽ മക്കി, മദനി ആയിരിക്കും പറഞ്ഞാൽ മദനിയ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്താണ്? മക്കിയ ആയത്തിൻ ബിൽ ബസ്മലത്തി. അപ്പൊ ഇതിന് 7 ആയത്തുകളാണ്. ഖുർആനിലെ ഏറ്റവും ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ്, സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് സബുൽ മസാനി, അസ്വലാത്ത്, റുഖിയ എന്ന് തുടങ്ങിയിട്ടുള്ള പല പേരുകളുണ്ട്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഉമ്മ, മീൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഫാത്തിഹ എന്ന് പറഞ്ഞത് വേറൊരു പേരാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ തുടക്കം. ഇഫ്താഹ് എന്നാണ് ചാവിക്ക് പറയാം. ഫത്തഹ പറഞ്ഞാൽ തുറന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഫാത്തിഹ തുടങ്ങുന്നതായതുകൊണ്ടാണ് ഇന്ന് ഫാത്തിഹ എന്ന് പേര് വന്നത്. അതുപോലുള്ള പേരാണ് ഉമ്മുൽ കിതാബ്. പിന്നെ അസ്വലാത്ത് എന്ന് പേരുണ്ട്, നിസ്കാരത്തിൽ കൂടുതൽ ഓതുന്നതായതുകൊണ്ട്. നിസ്കാരത്തിന്റെ ഷർത്ത് ഫസ്റ്റ് ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്. അതൊരു 3 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇഖ്റ ബിസ്മിയാണെന്നാണ്. ഫാത്തിഹയാണ് ആദ്യം ഇറങ്ങിയെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അത്ര പ്രബലമായ അഭിപ്രായമല്ല. അങ്ങനല്ല ഖുറാനിലെ അത് 23 വർഷം കൊണ്ട് എന്താണ്
23 വർഷം കൊണ്ടല്ലേ ഖുർആൻ ഇറങ്ങിയത്. അതന്നെ ഇറങ്ങിയപ്പോ എങ്ങനെയാണ്, ഫസ്റ്റ് ഇഖ്റ ബിസ്മി ഇറങ്ങി, പിന്നെ വേറെ പലതും ഇറങ്ങി. അപ്പൊ ചിലപ്പോ ഒരു സൂറത്തിന്റെ തന്നെ, ഫോർ എക്സാമ്പിൾ ബക്കറ നോക്കാം. ബക്കറ പറഞ്ഞ രണ്ട് ജുസൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ അതിനെ ഒരുമിച്ച് ഇറങ്ങിയതല്ല. അപ്പോ ചില ചില സൂറത്ത് നോക്കുമ്പോൾ എങ്ങനെ പറയും, ചില ആയത്തുകൾ മക്കിയാണ്, ചില ആയത്തുകൾ മദനിയാണെന്ന് പറയും. ഉം അപ്പോ ഇതൊക്കെ എന്താണ്, ഇറങ്ങുമ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇറങ്ങിയതാണ്. ഖുറാനിന് 2 ഇറക്കങ്ങളുണ്ട്, 2 അവതരണങ്ങളുണ്ട്. അത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയത്, അത് ഒറ്റയടിക്ക് ഇറങ്ങിയതാണ്. അൻസൽനൽ ഖുർആന എന്നാണ് അതിന് പ്രയോഗിച്ചത്. അൻസല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കിയതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇറക്കിയത് ഒറ്റയടിക്കുള്ള ഇറക്കലാണ്, ഒന്നാം ആകാശത്തിലേക്ക്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളെ ഇറക്കി കൊടുത്ത ഒരു രീതിയുണ്ട്. അവിടെ നസ്സല എന്നാണ് സൂചിപ്പിച്ചത്. രണ്ടും നസ്സല എന്നതിന്റെ ബന്ധപ്പെട്ട വാക്കുകളാണ്. പക്ഷെ അൻസലയും നസ്സലയുള്ള മാറ്റം എന്ന് വെച്ചാല്, നസ്സല എന്ന് പറഞ്ഞാൽ എന്താ, ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുന്നതിനാണ് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്തത്, ഇത്ര സൂറത്താണ്, ഇതിന്നതിന്റെ ബാക്കിയാണ് എന്നുള്ള രീതിയിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പൊ ഓരോ ഒരു സൂറത്തിലെ തന്നെ പല ആയത്തുകൾക്ക് പല സന്ദർഭത്തിലായിരിക്കും. ചിലപ്പോ ചില ഒരു സൂറത്ത് ഒരു ഭാഗം ഇറങ്ങിയത് മക്കയിലായിരിക്കുമ്പോഴേക്കും ബാക്കി ഭാഗം ഇറങ്ങിയത് എന്തായിരിക്കും, മദീനയിലാവുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള പല സൂറത്തുകളുണ്ട്. അപ്പൊ ഈ ഇറങ്ങിയ ഓർഡറിലല്ല സൂക്ഷിച്ചിട്ടുള്ളത്, അത് വേറെ ഓർഡറാണ്. ഓക്കെ, അങ്ങനെ. അപ്പോ പിന്നെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോൾ അത് മക്കിയായ സൂറത്താണ്. പിന്നെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വളരെ, നമ്മൾ പറഞ്ഞല്ലോ കുറെ പേരുകളുണ്ട്. ഉമ്മുൽ കിതാബാണ്. പിന്നെ അതിന് റുഖിയ മന്ത്രിച്ചു കൊടുക്കുന്ന സൂറത്തിന് പേരുണ്ട്, മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന സൂറത്താണ്. പിന്നെ ഖുറാനിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട ഒരു സൂറത്താണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നെ സബുൽ മസാനി എന്നതിന് പേരുണ്ട്. സബുൽ മസാനി എന്ന് പറഞ്ഞാൽ, സബ് എന്ന് പറഞ്ഞാൽ 7 ആയത്തുകൾ, അതിനെ സൂചിപ്പിക്കാനാണ്. ഫാത്തിഹ 7 ആയത്തുകളാണ്. മസാനി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയി വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞത്. നിസ്കാരത്തിലൊക്കെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഓതുന്നുണ്ട്, ഓരോ റക്കഅത്തിൽ ഓതുന്നുണ്ട്. ഒരു ദിവസം മര്യാദക്ക് നിസ്കരിക്കുന്ന ഒരാൾ ഫർദ് മാത്രം നിസ്കരിച്ചാൽ തന്നെ അയാൾക്ക് 17 ഫാത്തിഹ കിട്ടും, അയാൾ ഓതേണ്ടതുണ്ട്. അപ്പോൾ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓതേണ്ട സൂറത്താണ്. അങ്ങനെ അങ്ങനെ ഇത് അതിന്റെ മുസ്തഖിമായ മാർഗത്തില് വഴി നടത്തണം എന്നുള്ളതാണ്. മുസ്തഖിമായ വഴി ഏതാണെന്ന് ഇനി അതിന് ശേഷം വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അപ്പൊ പറയാം, അവിടെ എത്തിയിട്ട് സൂചിപ്പിക്കാം. ഏ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ മുഴുവൻ വഴി മീൻസ് അതിലുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഉഷാറാണെന്നുള്ളത്. പിന്നെ നബിതങ്ങളൊക്കെ ജീവിച്ച ഒരു സ്റ്റൈല്, അതിൽ സഹാബത്ത് ജീവിച്ചതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണല്ലോ. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് ന്യൂനതകളുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് ശേഷം വിശദീകരിക്കണ്ടേ. അത് അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അവരുടെ റബ്ബ് അവരോട് എന്ത് ചെയ്യില്ല, ദേഷ്യം പിടിച്ചിട്ടില്ല, അവര് വഴി പിഴച്ചിട്ടില്ല. നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കാര്യം ഉറപ്പാവുള്ളൂ. അതിനുവരെ ഈമാൻ തെറ്റിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ച ആൾക്കാർ തന്നെ കുറെ ത്വരീഖത്തിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് പെടുന്നുണ്ടല്ലോ. അതിനെ തൊട്ടൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഈ ഫാത്തിഹയില് ഒരു ട്രാൻസിഷൻ ഉണ്ട്. മീൻസ് ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുകയും
മഹത്വങ്ങളൊക്കെ പറയുകയും ചെയ്തതിന് ശേഷം പിന്നെ അള്ളാഹുവിനോട് നേരിട്ടുള്ളൊരു മുനാജാത്തിന്റെ സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫാത്തിഹയിൽ അല്ലെങ്കിൽ ആ സൂറത്തിൽ കടക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ആ അർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. ഖുർആൻ ഓതുമ്പല്ല, നിസ്കാരം. നിസ്കാരം അസ്സലാത്തു മിഅ്റാജുൽ ആരിഫീൻ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരമാണ് എന്താ അള്ളാഹിനോടുള്ള സംസാരം, മുനാജാത്താണ്. ആ, അള്ളാഹിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണെന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, നിസ്കാരാണ് അള്ളാഹുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്കാരാണ്. അതെ അതെ, അള്ളാഹു സംസാരിക്കാണ്. യെസ് യെസ്, അതെ അതെ അതെ, അതാണ്. അങ്ങനെ ചിലപ്പോൾ ആയത്തിൽ കേൾക്കാലോ, കുൽ നബിയെ നിങ്ങൾ പറയുക, അവരോട് അങ്ങനെ പറയുക, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആയത്തിൽ കേൾക്കാൻ പറ്റും. ഉം. അതല്ലാതെ ചരിത്രം പറയുന്ന കുറെ സൂറത്തുകളുണ്ട്. ഇത് ഈ സൂറത്തുൽ ഫാത്തിഹന്റെ പ്രത്യേകത പറഞ്ഞാല് കൂലു ഇതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ സങ്കല്പിക്കണം എന്ന് പറഞ്ഞത്, നല്ല ആൾക്കാർ പറയുന്നതാണിത് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നല്ല ആൾക്കാർ നിസ്കാരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിയിട്ട് അവരുടെ ഒരു ദുആ ആണ് എന്ത്, ഫാത്തിഹ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കൂലു സങ്കല്പിക്കണം. അതാണ് ഇപ്പൊ പകുതി കഴിഞ്ഞതിന് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയാം. എനിക്ക് തോന്നുന്നു നമ്മള് അർത്ഥം പറഞ്ഞിട്ട് ഈ ഇത്തരം ഡിസ്കഷനിലേക്ക് വരിയിരിക്കും നന്നാവാ. നിങ്ങൾക്ക് അർത്ഥം അറിയോ ഫാത്തിഹ? പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്, സബു ആയത്ത്, 7 ആയത്താണ്. ഇനി വേറൊരു ഡിസ്കഷൻ ഉള്ളത് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്നൊരു ചർച്ച ഉണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ? നമ്മളെ മതപ്രകാരം പ്രകാരം ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. വേറെ മതത്തില് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല. ഓക്കെ, അപ്പോ ബിസ്മി ബിസ്മി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 7 ആയത്തെന്ന് പറയുന്നത്. അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നുള്ള മൊത്തത്തിലൊരു ആയത്തായിട്ടാണ് നമ്മൾ കൂട്ടുക. ഇനി ഈ ബിസ്മി ആയത്ത് അല്ലാതെ പറയുന്ന ആൾക്കാർ സിറാത്തല്ലദീന അൻഅംത അലൈഹിം മുറിച്ചിട്ട് ഗൈറിൽ മഗ്ദൂബി ആടുന്ന് വേറെ ആയത്തായിട്ട് കൂട്ടും. അങ്ങനെയാണ് അവർക്ക് 7 ആയത്താവുന്നത്. ഏതായാലും 7 ആയത്താണ് ഫാത്തിഹ എന്നുള്ളത്. മുറിച്ചിട്ടൊന്നുമല്ല, ഒരായത്ത് ഓതുമ്പോ ഒരായത്തായിട്ട് ഓതുമ്പോ അങ്ങനെ ഓതണം. എങ്ങനെ? അതെ, മുറിക്കാറിനാണ് ഞങ്ങൾക്ക് ശ്വാസം വലിക്കുന്ന പ്രശ്നമില്ല, പക്ഷെ അത് വഖഫൊന്നും ചെയ്യണ്ട. നിർത്തണ്ട, നിർത്താതെ പോവാ. ഒരായത്തായിട്ട് അതിനെ പരിഗണിക്കണം. ഓക്കെ, പിന്നെ അവിടെ മറ്റേ നിർത്താൻ പറ്റുന്നൊരു അടയാളുണ്ടല്ലോ, അവിടെ വേണം നിർത്താം. സൂറത്തുൽ ഫാത്തിഹ മക്കി സബായാത്ത്, അപ്പൊ ഇതാണ് 7 ആയത്തുകളാണ് ഫാത്തിഹ ഉള്ളത്. അപ്പോ നല്ല ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഫാത്തിഹയുടെ തുടക്കത്തിൽ നമ്മൾ കൂലൂന്ന് സങ്കല്പിക്കണം. നിങ്ങൾ പറഞ്ഞോളൂ എന്ന രീതിയിലാണ് ഈ ഈ ആയത്ത് സൂറത്ത് വരുന്നത്. ഓക്കെ, അപ്പോ സജ്ജനങ്ങളായ അടിമ അവര് പറയാണ് ഈ വിഷയങ്ങളൊക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിയിട്ട് ഫാത്തിഹന്റെ മൊത്തം വിഷയങ്ങൾ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്. ബിസ്മി, ബിസ്മിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്,
ഓക്കെ. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? കരുണ ചെയ്യുന്ന അള്ളാഹു. അള്ളാഹുവിന്റെ കരുണയെ പറ്റി രണ്ട് പദങ്ങളാണ് വന്നിട്ടുള്ളത്. റഹ്മാൻ എന്ന് വന്നിട്ടുണ്ട്, റഹീം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാറ്റം അറിയോ? ആ, റഹീം എന്ന് പറഞ്ഞാല് മാഷാ അല്ലാ, നിങ്ങൾ പണ്ട് പഠിച്ചതാ? കുറെ കേൾക്കുന്നതാണല്ലേ. മാഷാ അല്ലാ. അതിന് ശേഷം ബിസ്മി തുടങ്ങിയതിന് ശേഷം എന്തായി? അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാല് ദുനിയാവില് വഴിപ്പെട്ടവർക്കും പെടാത്തവർക്കും എന്ത് ചെയ്യും? ഗുണം ചെയ്യുന്ന റബ്ബ്. റഹീം എന്ന് പറഞ്ഞാല് ആഖിറത്തിലുള്ള റഹ്മത്തിനെ പറ്റിയിട്ടാണ്. അത് വിശ്വസിച്ചവർക്ക് മാത്രമായിരിക്കും. പിന്നെ അൽഹംദുലില്ലാ, ജുംല ഖബരിയാണ്. അപ്പൊ അവിടെ ഒരു വിഷയം പറയണം. അൽഹംദുലില്ലാ, സർവ്വസ്തുതികളും അള്ളാഹുവിനാകുന്നു. അല്ല, അങ്ങനെയാണ്. എന്താ ഉദ്ദേശം? അല അന്നഹു തആല മാലിക്കുൽ ജമീഇൽ ഹംദി മിനൽ ഖൽഖി. അപ്പൊ എല്ലാ സ്തുതികൾക്കും അർഹൻ ആരാണ്? അള്ളാഹു ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. മുസ്തഹിഖുൻ ലിമൻ യഹ്മദുഹു, അല്ലെങ്കിൽ സ്തുതിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു അലൽ മഅബൂദ് ബിഹഖി റബ്ബിൽ ആലമീൻ. അള്ളാഹു അലമൻ. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതികളും അള്ളാഹുവിനാകുന്നു. അപ്പൊ എല്ലാം സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള ആള് അള്ളാഹു ആണ്. ഇനി അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു എന്ന് പറഞ്ഞാല് പേരാണ് അള്ളാഹുവിന്റെ, അലമാണ്. അള്ളാഹുവിന് കുറെ സിഫത്തുകൾ ഉണ്ട്. ഓക്കെ. സമീആണ്, ഖാദിറാണ്, നമ്മൾ അസ്മാഉൽ ഹുസ്ന കേട്ടില്ലേ? ഒക്കെ ഓരോ പേരാണ്, അതൊക്കെ ഓരോ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ പേരെന്താണ്? അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് പേരില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ പേരാണെന്ത്? അള്ളാഹു എന്നുള്ളത്. ആ, ഐ മാലിക്, അങ്ങനെ. അതിനുശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു. അപ്പൊ സർവ്വസ്തുതികളും അള്ളാഹുവിനാകുന്നു. പിന്നെ പറയുകയാണെന്ന് മാലിക് ജമീഅ ഖൽഖി മിനൽ ഇൻസി വൽ ജിന്നി. ഒരു മിനിറ്റ്. ഓ, മറ്റാള് ഒരു 9:1 ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് സെൻഡ് ചെയ്യാൻ. ഞാൻ കണ്ടതുമില്ല. മാലിക്, നമുക്ക് നോക്കാം. മാലിക് യൗമിദ്ദീൻ. അൽഹംദുലില്ലാ പറഞ്ഞപ്പോ സർവ്വസ്തുതികളും അള്ളാഹുവിനാകുന്നു. ഐ മാലിക് ജമീഉൽ ഖൽഖി മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായികത്തി വദ്ദവാബി വഗൈരിഹിം. പിന്നെ അള്ളാഹിനെ പറ്റി എന്താണ് പറയുന്നത്? അപ്പൊ ഫസ്റ്റ് എന്താണ്? അള്ളാഹുവിനുള്ള സ്തുതികളാണ് പറയുന്നത്. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നാണ് അള്ളാഹിനെ പറ്റി അടുത്തൊരു സിഫത്ത് പറയുന്നത്. അല്ല, അൽഹംദുലില്ലാ. ഏ, ബാക്കിയൊക്കെ പേരുകൾ തന്നെയാണ്. പക്ഷെ അള്ളാഹു എന്നുള്ളതാണ് ശരിക്കുള്ള പേര്. അലം എന്നാണ് പറയാം. ഓക്കെ. പേരുകൾ കുറെ ഉണ്ടാവൂലേ? പക്ഷെ ഒരാളെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്ന പേര്, ശരിക്കുള്ള പേരുണ്ടാവില്ലേ ഒരാള്? മീൻസ് സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേര് എന്ന് പറയുന്ന പോലെ മറ്റേതൊക്കെ പേരുകൾ തന്നെയാണ്. അപ്പൊ അള്ളാഹു എന്നുള്ളത് എന്താണ്? അലമാണ്. ഉം. ഇനി ഇനി നോക്കാം. മാലിക്. അപ്പൊ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാണ് പറയണത്? അള്ളാഹിനെ പറ്റിയുള്ള ബാക്കിയുള്ള സിഫത്തുകളാണ് പറയണത്. എങ്ങനത്തെ അള്ളാഹുവാണ്? മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ മാലിക്കായ അള്ളാഹു എന്നാണ്. യൗമുദ്ദീൻ എന്ന് വെച്ചാൽ എന്താ? നന്മ തിന്മകള് ജസാഇന്റെ ദിവസം എന്നാണ്. അതായത് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അങ്ങനത്തെ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മാലിക്കാണെന്ന് പറയുമ്പോ അന്ന് എന്തിന്റെയൊക്കെ മാലിക്കാണ്? ജിന്നിന്റെയും മലായിക്കത്തിന്റെയും മറ്റു മൃഗങ്ങളുടെ എല്ലാത്തിന്റെയും മാലിക്കാണ്.
ഓക്കെ. മാലിക് യൗമിദ്ദീൻ. അർ-റഹ്മാൻ റഹീം. അത് കഴിഞ്ഞിട്ട് അർ-റഹ്മാൻ റഹീം. റഹ്മത്തുടയതായ റബ്ബ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താണ്? ഇറാദത്തുൽ ഖൈരി ലി അഹ്ലിഹി, കരുണ കാണിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അപ്പൊ ഇവിടെ അടിമകൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു ആണ്. റഹ്മത്തുടയ അള്ളാഹു. അപ്പൊ അതിന്റെ റഹ്മാൻ റഹീം നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടർത്ഥം, അർത്ഥത്തിന്റെ വ്യത്യാസങ്ങൾ. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പല ലോകങ്ങളുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതികളും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. ലോകത്തിനാണ് എന്താ പറയാ? ആലം. ഈ ആലം പടച്ചത് അള്ളാഹുവാണ്, അങ്ങനെ പറയല്ലേ? അപ്പൊ റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എന്നാണ് പറഞ്ഞത് ഇവിടെ. ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് പല ലോകങ്ങൾ ഉണ്ടാവണത്? അത് എല്ലാ സൃഷ്ടികളെയും കൂട്ടിയിട്ടാണ്. അതായത് ഇൻസും ജിന്നും മലായിക്കത്ത് ദവാബ്, മൃഗങ്ങളുണ്ട്, ജിന്നുണ്ട്, മലായിക്കത്തുണ്ട്. ഇവർക്കൊക്കെ വേറെ വേറെ ലോകമായിട്ട് കണക്കാക്കാൻ പറ്റും. ഇപ്പോ ജിന്നുകളുടെ ലോകം, ബാക്കിയുള്ള ലോകം, അങ്ങനെയൊക്കെ. ഇതിനൊക്കെ ലോകം എന്ന് പറഞ്ഞത്, ഇതിനൊക്കെ പിന്നെ ആലം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇതിനൊക്കെ ഒരു അടയാളുണ്ട്. അലാമത്ത് എന്നാണ് അടയാളത്തിന് പറയാം. ആലം എന്ന് പേരിട്ടത് അങ്ങനെയാണ്. ഈ പ്രപഞ്ചം ഒരു സൃഷ്ടാവിനെ അറിയിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ഈ ആലമ് അലാമത്താണ്, അള്ളാഹുവിനുള്ള അലാമത്താണത്. അപ്പൊ അങ്ങനെയുള്ള പല ലോകങ്ങൾ നമ്മള് പല ജീവികളെ സങ്കല്പിക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇനിയിപ്പോ പുതിയൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് സൗരയൂഥം, അങ്ങനെ പല ഗാലക്സികൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു ആലമായിട്ട് പരിഗണിക്കുമ്പോ പല രീതിയിലുള്ള ആലമുകളുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ അവിടെ ലിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം അത് നോക്കിയില്ല. ഇൻഷാ അള്ളാ ക്ലാസിന്റെ റെക്കോർഡിങ് ഞാൻ അതില് LMS ഇടാം. ഓക്കെ. ഏകദേശം നമ്മൾ തീരാനായിട്ടുണ്ട് സമയം. ഞാന് പിന്നെയാണ് ഇപ്പൊ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നും സെയിം ലിങ്ക് തന്നെയാണ് കേട്ടോ. ഉം. ഉം. അതെ അതെ. ഞാൻ പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇത് കണ്ടില്ല, പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മള് ഫാത്തിഹന്റെ അർത്ഥമാണ് ഇന്ന് നോക്കിയത്. പക്ഷെ അതിന്റെ കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ റെക്കോർഡിങ് ഞാൻ ഇതിലിടാം, LMS ഇടാം. LMS ഉപയോഗിക്കാൻ അറിയില്ലേ? അതെ അതെ. മീമിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിലുണ്ടാവും. നമ്മുടെ ക്ലാസ് റൂം അതിൽ കാണും. ഇത് പഴയ റെക്കോർഡിങ്സ് ഒക്കെ കുറെ ഉണ്ടാവും. അതും നമുക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾ എവിടെയാണ് സ്ഥലം? കുറ്റ്യാടിയിലെ. ഓക്കെ. ഇപ്പൊ നാട്ടിൽ തന്നെയാണോ? ഏ ശരി. എന്ത് വിഷയമായിരുന്നു? ശരി. ഏ, ഇതിലെ പ്രൈമറി ആയിരുന്നോ? UP സ്കൂളിലെ ഈ വിഷയം? ശരി. ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ അപ്പൊ നമ്മളിന്ന് ഫാത്തിഹന്റെ അർത്ഥമാണ് നോക്കിയത്. നിങ്ങളിപ്പോ ഈ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് വന്നതാണോ? ശരി ശരി.
അത് അറിയില്ല അവിടെ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന്.